ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ വിളിക്കുവാനും ദൈവാലയത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. ആർക്കും എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ വന്ന് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല എന്നുള്ളത് തിരുവെഴുത്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ദൈവത്തെ വിളിക്കുന്നവർ അനുദപിക്കുന്നവരും മാനസാന്തരപ്പെടുന്നവരും ജീവിതത്തിൽ ക്രമീകരണം വരുത്തുന്നവരും വചനത്തെ ഭയപ്പെടുന്നവരുമായിരിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ വാക്യത്തിലൊക്കെ നാം കാണുന്നത് ഇപ്രകാരമാണ്: എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുകയാണ്, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് അങ്ങനെ തോന്നുവാനുള്ള കാരണം എന്തൊക്കെയായിരിക്കും? 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ആലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ആ വാതിലിലൂടെ ആലയത്തിനകത്ത് കയറി വരുന്ന ജനത്തോട് വിളിച്ചു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതൊരു മനുഷ്യനും പറയുവാൻ അല്പം അധൈര്യപ്പെടുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ മുഖം നോക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ, ദൈവത്തിൻ്റെ പ്രവാചകന് മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പ്രവാചകനും ദൈവ വചനത്തോട് വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരാൾക്കും യെരമ്യാ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും പറയുവാൻ സാധിക്കത്തില്ല. എന്നാൽ എന്നെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ വേണ്ടിയാണ് എന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ, പ്രയോജനമുള്ളത് മുഴുവൻ ഒന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് കാരണം. ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ അറിയിക്കുവാൻ പൗലോസിന് കഴിഞ്ഞിരുന്നു. കാരണം പൗലോസ് ദൈവത്തിൻ്റെ ദാസനായിരുന്നു. മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, മനുഷ്യൻ്റെ മാനത്തേക്കാൾ ദൈവത്തിൻ്റെ മാനം ആഗ്രഹിച്ച ഒരു ദൈവഭൃത്യൻ. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഈ ജനം, ആലയത്തിൽ വരുന്ന ഈ ജനം, അവരോട് നീ പറയണം, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കണമെന്നുള്ളത്. 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ ഈ സ്ഥലത്ത് നിങ്ങളെ വസിക്കുമാറാക്കും. ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരം എന്നിങ്ങനെ വ്യാജവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്നിക്കാതെയും അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും വസിക്കുമാറാക്കും. ഇതൊന്നും ഇവർ ചെയ്തിരുന്നില്ല. നീതിയും ന്യായവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ദൈവവചനത്തോട് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ലായിരുന്നു. അവർ കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും അറിയാത്ത ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ഇതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ആലയത്തിൽ, എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിനെതിരെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ദൈവം ചോദിക്കുന്നു, ഈ മ്ലേച്ഛതകൾ ഒക്കെയും ചെയ്യേണ്ടതിന് തന്നെയാണോ
നിങ്ങൾ ഈ ആലയത്തിലേക്ക് വരുന്നത്. ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നു നിങ്ങൾക്കറിയില്ലയോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഒരിക്കൽ യെരമ്യാ പ്രവാചകനോട് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ പറഞ്ഞതായ സന്ദേശം എത്രമാത്രം മുന്നറിയിപ്പുള്ളതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ജനത്തിൻ്റെ നടപടികൾ കണ്ടിട്ട്, അവരുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് അവർ ചെയ്യുന്ന പാപപ്രവൃത്തികൾ കണ്ടിട്ട് ആലയത്തിൽ വരുമ്പോൾ അവരെല്ലാം ദൂതന്മാരെ പോലെ വിശുദ്ധരായിട്ട് ഭാവിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നടിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ഇപ്രകാരം പറഞ്ഞത്, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ സഭ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നടപ്പും പ്രവൃത്തികളും നന്നാക്കി നീതിയും ന്യായവുമുള്ളവരായി, ദൈവഭയമുള്ളവരായി, വചനപ്രമാണം ജീവിക്കുന്നവരായി ദൈവത്തെ ആരാധിക്കുവാൻ വരണം എന്നാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ആ പ്രതീക്ഷയ്ക്കൊത്ത് നാം ഉയരുന്നില്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ദൈവം ഈ കാലഘട്ടത്തിലെ സഭയോടും പറയും, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് എനിക്ക് തോന്നുന്നു. കർത്താവായ ദൈവമേ, ദൈവത്തെ ആരാധിപ്പാൻ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ വരുന്ന എല്ലാവരും ദൈവഭയമുള്ളവരും വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.